മെലഡി റൗണ്ടിൽ പാടാനായിട്ട് അങ്ങ് ഗോവി എന്നൊരാൾ എത്തിയിട്ടുണ്ട്. ദക്ഷ് കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ഓൺ സ്റ്റേജ്. പാട്ട് പഠിക്കുന്ന പാവം പിള്ളേര് കളിച്ചോട്ടെ കളിച്ചോട്ടെ. എല്ലാരും പാട്ട് പഠിച്ചോണ്ടിരിക്കുകയാണെന്നോ? ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ആ കുന്തത്തി കൂടെ ഒളിഞ്ഞു നോക്കാതെ പോയി പാട്ട് പഠിക്കട. കുന്തത്തി കൂടെ ഹായ് സർ. ഹായ് ഹായ് സർ. ഹായ് സർ. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പാതിര പൊള്ളുണർന്നു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ദിലീപ് ഏട്ടൻ അഭിനയിച്ച മൂവിയാണ്. യെസ് സർ. ജോൺസൺ ചേട്ടന്റെ മനോഹരമായ സംഗീതം, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിന്റെ വരികൾ, പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാമായ ദാസേട്ടൻ. പണ്ട് ഒരു കമ്പോസിംഗ് സെഷൻ ഇടയിൽ ഗിരീഷ് ഏട്ടൻ ഈ പാട്ടിനെ പറ്റി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഉണ്ണിച്ചേട്ടാ, പാരിജാതം തിരുമിഴി തുറന്നു, പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. ഇല്ലേ? അത് പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമല്ലി പൂത്തു വിടർന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും നീ മാത്രം എന്താ ചോദിക്കുന്നത്? എന്തിനുറങ്ങി? നീ മാത്രം എന്തിനുറങ്ങി എന്ന്. അപ്പോ ഗിരീഷടൻ പറഞ്ഞെന്ന് പറഞ്ഞാ, എടാ ഞാൻ അതിനെ അടിച്ചു മാറ്റി, നീ മാത്രം ഉറക്കം എന്തേ പിണക്കം എന്തേ എന്ന് വരുന്നത്. അപ്പൊ രണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള വയലാർ ഒരു സൈഡില്, ഗിരീഷ് ഏട്ടൻ വേറൊരു സൈഡിൽ, രണ്ടുപേരും രണ്ട് രീതിയിൽ ഒരേ കാര്യത്തെ തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഗാനങ്ങൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോ ചന്ദന
കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലം പോലെ നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. ദക്ഷകുട്ട, യെസ് സർ. വളരെ ആർദ്രമായിട്ടുള്ള പാട്ടാണല്ലേ? അതെ സർ. അത് നീ അനുഭവിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു സർ. അത് കുറച്ചൊരു ചെറിയതായിട്ടൊരു ലേസിനെസ്സോടുകൂടി അത് പാടി അല്ലേ? അത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ പാടിയിരിക്കുന്നത് അതിന്റെ സുഖം കൊണ്ടുവരാനാണ്, അതിന്റെ ഭാവം കൊണ്ടുവരാനാണ്. അപ്പൊ ഭാവപൂർണിമ പല ഇടങ്ങളിലും വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. പിന്നെ എനിക്ക് തോന്നുന്നത് വോയിസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചില തുടക്കങ്ങളുടെ എന്തോ ഒരു ചെറിയ 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 സിഗ്നൽസ് ഉള്ളതുപോലെ എനിക്കൊരു ഫീലുണ്ട്. നമ്മുടെ റേഞ്ചിന് ഓക്കെ ആയിട്ടുള്ള പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ സർ. ഇതില് ഒരു മാത്ര എന്നെയും ക്ഷണിക്കൂ, മുരളിക യൂതി ഞാൻ നിൽപ്പു, അവിടെയൊക്കെ വോയിസിന്റെ സ്ട്രെയിൻ വന്നു ചേർന്നു. പിന്നെ ആദ്യത്തെ അകാരം പാടില്ലേ, തുടക്കം എപ്പോഴും അകാരം എന്ന് പറയുന്നത് എന്താണ്? ആ വേണം. അത് ആവല് ഈ ആവല് കേട്ടോ. അപ്പൊ എങ്ങനെ അകാരായിട്ടൊന്ന് പാടുക? അതാണ് ഞാൻ പറഞ്ഞത്. അത് വരണം. അതില് വരരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. വെരി എൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നിൻ ചെമ്പക പൂമുഖം വിടർത്തി എന്ന് പാടിയില്ലേ, സൂപ്പർ ആയിരുന്നു. അതുപോലെ നാട്ടു മാഞ്ചോട്ടിൽ വന്നിരിക്കൂ എന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ ഏതോ ഒരു മാഞ്ചോട്ടത്തിൽ പോയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദക്ഷ് ധാർമിക് വളരെ മനോഹരമായിട്ട് പാടി. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം MJ പറഞ്ഞു. ആ നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ, ആർദ്രയം രാധയായി തീർന്നു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചന്ദനജാലകം തുറക്കൂ, അത് ആ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ചന്ദനജാലകം തുറക്കൂ, അത്ര മതി, തുറക്കൂ, അത്ര സസ്റ്റെയിൻ. കൂടിപ്പോയാൽ അതിന്റെ ഭംഗി പോകും കേട്ടോ. അത് എനിക്ക് തോന്നി. പിന്നെ അത് പിന്നെ ഒരു മാത്രം പാടിയപ്പോൾ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് വോയിസ്. അത് രണ്ട് സ്ഥലത്തും ചരണത്തിലും ആ ഒരു ഭാഗം ഇത്തിരി സ്ട്രെയിൻ തോന്നി. പിന്നീട് വരുന്ന ഈ രാത്രി ഞാൻ മാത്രമായും പിന്നെ പ്രിയമോട് വരികില്ലേ, അത് കുറച്ച് ഹസ്കി ആയിട്ട് പാടിയ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് പാടി. ഓക്കെ, മിടുക്കന. ദക്ഷകുട്ടൻ്റെ ഏത് പാട്ടും ഫീൽ വൈസ് വളരെ നല്ലതായിരിക്കും. എപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ സ്വപ്നത്തിൽ മോനെ പാടിയെന്ന് അതിഗംഭീരമായിട്ട് പാടിയല്ലോ. ഈ പാട്ട് എനിക്ക് തോന്നിയത് മോനെ പിച്ച് ഇനി ഒരു കംഫർട്ടബിൾ പിച്ച് ആയില്ല, കാരണം ശബ്ദം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം അല്ലേ. ഇതിൽ തന്നെ പക്ഷേ ഈ മോനിപ്പോൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ പിച്ച് ഫിക്സ് ചെയ്തിട്ട് തന്നെ മേലെ നോട്ട് പാടുന്ന സമയത്ത് ഡിസ്റ്റോർട്ടഡ് ആയി. അത് കുട്ടൻ പറഞ്ഞൊരു വാലിഡ് പോയിന്റ് ആണത്. സോങ് സെലക്ട് ചെയ്യുമ്പോൾ റേഞ്ച് മോന് പറ്റിയ റേഞ്ച്, മിഡ് റേഞ്ചിൽ വലിയ കുഴപ്പം വരില്ല തോന്നണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. മതോകൾ, ഈ മൂവിയിൽ തന്നെ വേറൊരു സൂപ്പർ സോങ് ഇല്ലേ, രാത്തിങ്കൾ പൂത്താലി, അതൊരു 2 വരി പാടിത്തരോ? അനുപല്ലവിന്ന്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ, വളരെയധികം. ഇപ്പൊ അനുപല്ലവി എന്നൊക്കെ പറയാൻ പഠിച്ചു എന്റെ മോള്. അതെ അതെ അതെ. പാഴിരുൾ വീഴുമീ 4 കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. പാഴിരുൾ വീഴുമീ 4 കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. നോവുകൾ മാറാല മൂടും മനസ്സിന്റെ, നോവുകൾ
ശ്രീദേവിയായി മംഗലപ്പാലയിൽ മകുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താനി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി മാലില്ല കോലായി പൂവേളി പുൽപ്പായി നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. ലക്ഷ്മിട Yes, sir. 96.75 for you today. Thank you, sir. പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാട് ദക്ഷുട്ടാ, നമ്മുടെ പുതിയ റൗണ്ടാണ്. ഇവിടെ പുതിയ മാർക്സ് ഒക്കെ വന്നു പറഞ്ഞു. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഓൾ ദ സ്റ്റാറൊക്കെ ഉണ്ട്. ഇപ്പൊ സ്റ്റാർ അതെ. അറിയാലോ. അതെ. പരൽ മുല്ലക്കാടുണർന്നു. ഇനി ഞാൻ ഒരു സ്പെഷ്യൽ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ടോപ്പ് സിംഗർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരികയാണ്. ഇലക്ഷൻ കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോട്ടവകാശമുള്ള എല്ലാ ആളുകളുടെയും നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ് വോട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടർല ഒരു വോട്ട് വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ വോട്ട് വണ്ടിയിൽ നമ്മുടെ കുട്ടി കുറുമ്പുകൾക്ക് വോട്ട് ചെയ്യാനായിട്ടൊരു അവസരമാണ്. അവർക്ക് ഇതിന്റെ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുകയാണ്. അത് നമ്മുടെ ടോപ്പ് സിംഗർ എന്നാണ് ഈ വോട്ട് വണ്ടി തുടക്കം കുറിക്കാൻ പോകുന്നത്. പിന്നെ ഇത് കുറേ ഡിസ്ട്രിക്റ്റുകളിലേക്കൊക്കെ വരാൻ പോവാണ്. എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ കുട്ടി കുറുമ്പുകൾ വോട്ട് ചെയ്യുന്നതൊന്ന് കാണാം അല്ലേ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ എല്ലാരും വോട്ടൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? എല്ലാരും വോട്ടൊക്കെ ചെയ്തില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചിക്കുനാണോ വോട്ട് ചെയ്തത്, അത് വേറെ ക്യാരക്ടേഴ്സിനാണോ? ചിക്കുനാണ്. ചിക്കുനാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ടോപ്പ് സിംഗറിനും വണ്ടർലെന്നും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടവകാശം, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ്റെ അടുത്ത് വോട്ടവകാശം എല്ലാവരും വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുക. പിന്നെ ഈ ഇനീഷ്യേറ്റീവിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ കൂടെ വണ്ടർലയിൽ ഓപ്പറേഷൻ ഹെഡ് നിജി തോമസ് സാർ എത്തിയിട്ടുണ്ട്. അപ്പം സാറിനെയും കൂടി വെൽക്കം ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ലെറ്റ്സ് വെൽക്കം നിജി sir on stage. Hello sir. Hi. Welcome. Thank you Minuti. Hi kids. Hi. എല്ലാവരും വോട്ട് ചെയ്തോ? ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു വോട്ടിംഗ് ചെയ്തിട്ടുള്ള ഫീലിംഗ്? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചിക്കു? സൂപ്പർ. എക്സലന്റ്. അപ്പം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനെ കുറിച്ച് അറിയാലോ. നിങ്ങളുടെയൊക്കെ പാരന്റ്സ് എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പം നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന്. വോട്ടിംഗ് എല്ലാവരുടെയും അവകാശമാണ്. അത് അവകാശം മാത്രമല്ല, അത് നിങ്ങളുടെ ഒരു എന്താ പറയുന്നത്, കടമയാണ്. അപ്പം വോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു. അവരതുവഴി നമുക്ക് ആവശ്യമുള്ള പുതിയ റോഡുകൾ, സ്കൂളുകൾ, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചു തരുന്നു. റൈറ്റ്? അപ്പോൾ നിങ്ങളാണ് ഭാവിയുടെ വോട്ടർമാർ. അപ്പോൾ വണ്ടർല ഈ പ്രാവശ്യം ഈ സമ്മേഴ്സിൽ നമ്മൾ ഫുല്ലാസം യാത്ര എന്ന ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്. 5 ഡിസ്ട്രിക്റ്റ്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കാലിക്കറ്റ് ആൻഡ് തൃശ്ശൂർ, ഈ 5 ഡിസ്ട്രിക്റ്റിൽ നമ്മളൊരു ക്യാമ്പയിൻ അപ് ടു April 14th റൺ ചെയ്യുന്നുണ്ട്. ആ ക്യാമ്പയിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വോട്ടിങ്ങിനെ കുറിച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കുക. അത് ഒരു അവകാശമാണ്, എല്ലാവരും അത് ചെയ്യണം. പുതിയ തലമുറേനെയും നമ്മൾ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പ്രാവശ്യം വോട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടർല എന്താ ഗിഫ്റ്റ് തരാൻ പോകുന്നതെന്നറിയോ? എല്ലാ വോട്ട് ചെയ്ത കുട്ടി വോട്ടർമാർക്കും വണ്ടർല ഫ്രീ ടിക്കറ്റ് തരും. ഹാപ്പി അല്ലേ? അപ്പൊ ആരും വിഷമിക്കണ്ട. ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്കും ഈ പ്രാവശ്യം ഈ സമ്മറിൽ, എൻറ്റയർ സമ്മർ, നമ്മൾ വണ്ടർലയിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്. നിങ്ങൾ പാരൻസുമായിട്ട് വരുമ്പം നിങ്ങളുടെ പാരൻസ് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. 140 സെന്റിമീറ്റർ നീളമുള്ള അതിനുള്ളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും വണ്ടർല ഈ പ്രാവശ്യം ഫ്രീ എൻട്രി ആണ്. അടിപൊളി. താങ്ക് യു.
അപ്പോൾ വണ്ടർലയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കാണുന്നത്. വോട്ടിങ്ങും ഇലക്ഷനും ഒക്കെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇത്ര എന്റർടൈൻഡ് ആയിട്ട് സംഘടിപ്പിച്ചതിന് ചിക്കുനും വണ്ടർലയ്ക്കും നിധി സാറിനും ഒക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് തരുമോ ഫ്രീ ടിക്കറ്റ്സ്? എനിക്ക് കിട്ടുമോ? 140 സെന്റിമീറ്ററിനുള്ളിലാണെങ്കിൽ ഞാൻ ഹീലൊക്കെ ഊരി നോക്കാം. ഡെഫിനറ്റ്ലി ഷുവർ. ഓക്കെ സാർ, ശരി ശരി, സന്തോഷം. താങ്ക് യു. MJ അങ്കിൾ, നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞിട്ടില്ലേ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്. അതാരാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദേ ഇപ്പം ഞാൻ അവരെ വെൽക്കം ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാവരും ഈ അടുത്ത് കണ്ട് ഒത്തിരി എൻജോയ് ചെയ്ത മൂവിയാണ് ഭരതനാട്യം മൂവി. നല്ല ഫൺ എലമെന്റ്സ് ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു എന്റർടൈനർ മൂവിയായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡാർക്ക് ഹ്യൂമർ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു മൂവി നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 10 റിലീസാണ് കേട്ടോ. മൂവിയുടെ പേര് മോഹിനിയാട്ടം എന്നാണ്. ടീം മോഹിനിയാട്ടം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് വിളിക്കാം അല്ലേ? വന്നതിന് ശേഷം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ടീം മോഹിനിയാട്ടം. നമസ്കാരം മോഹിനിയാട്ടം ടീം. യെസ്, നമസ്കാരം. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഹാവ് സീൻ. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട 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 ചേച്ചി ഇതാണ് അവിടെ നിൽക്കുന്നു, ശ്രീ ചേച്ചി. എന്തോ ഒരു സന്തോഷമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. സർപ്രൈസ് ഇറ്റ് ഈസ്. എനിക്കൊക്കെ കാണാൻ കൊതിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ എല്ലാ ഇന്റർവ്യൂ ഇരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്താ പറയാ, ഐ എം ഓവർവെൽഡ്. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ഇത്രയും വലിയ വലിയ മഹാന്മാർ, അതായത് പാട്ടുകാര്, മ്യൂസീഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ബഹുമാനിക്കുന്നു എന്ന് അറിയുമ്പോഴൊക്കെ ഭയങ്കര ഐ എം സോ ഹാപ്പി. ചേച്ചിയുടെ വലിയ ആരാധകനാണ് ഞാൻ. അതെ, തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഞങ്ങളും അനിയെന്ന് പറഞ്ഞ ചേച്ചി എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും. അതെ 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 അതെ. ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ശ്രീജേനെയൊക്കെ നമ്മള് എത്ര ചെറുപ്പത്തിൽ കാണുന്ന അറിയോ? എന്നെ ചെറുപ്പത്തിൽ കാണുന്ന പറയുമ്പോ ഉണ്ണിക്ക് എന്ത് വയസ്സായെന്നുള്ള ആലോചിക്കട്ടോ. തെറ്റില്ല, അതിലൊറ്റ തെറ്റുമില്ല. ഐ എം സ്റ്റിൽ എ ബേബി. ചൈൽഡ് വോയിസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ആദ്യം കേൾക്കേണ്ടത് മോഹിനിയാട്ടത്തിനെ പറ്റിയാണ്. ഭരതനാട്യം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഇതിപ്പോ സെക്കൻഡ് ജോണർ മോഹിനിയാട്ടം. ഇതിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ കലർത്തിയിട്ടുണ്ട്. അതിൽ ഒരു മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ത്രില്ലറാണ്, ഒരു ഡാർക്ക് ഹ്യൂമർ ആണ്, അതേ ഫാമിലി എലമെന്റും ഉണ്ട്. ഏത് പ്രായക്കാരും വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണെന്നുള്ളത് ഇറ്റ് ഇസ് 100% ഷുവർ. ഭരതനാട്യത്തിൽ നമ്മൾ ഞെട്ടിച്ച രണ്ടാൾക്കാർ ഈ രണ്ട് സൈഡിൽ നിൽപ്പുണ്ട്. അതെ, ട്വിൻസ് ആണ്. രണ്ടുപേർക്കും ഹായ്. അതെ, ഹായ്. ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട്. അങ്ങനെയൊന്നുമില്ല. ബേബി ജിൻ റാപ്പ്. അപ്പൊ പക്ഷെ ഈ റാപ്പ് പറയുന്നവർക്ക് ഇത്രയും നാണം ഉണ്ടാവും? റാപ്പ് പറയാൻ നാടൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയുണ്ട് ഇതിലെ വർക്കിനെ പറ്റി? എന്താണ് പറയാനുള്ളത്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി അഭിനയം ഇഷ്ടമാണോ? അഭിനയം ഇഷ്ടമാണ്, റാപ്പും ഇഷ്ടമാണ്. അഭിനയം ഇച്ചിരി കൂടുതൽ ഓഫ് കോഴ്സ് മ്യൂസിക്, ഡൂയിങ് മ്യൂസിക്. പിന്നെ ഇതില് അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ എന്റെ ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. മോഹിനിയാട്ടം ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു നാടൻ ക്യാരക്ടർ. സ്വാതി ദാസ്, എനിക്ക് ഭരതനാട്യം അറിയാലേ? എനിക്കോ അറിയൊന്നുമില്ല. കണ്ട അങ്ങനെ ഒരു ഫീലുണ്ട്. അറിയില്ല, നാട്യം അറിയാം. നാട്യം ഓക്കെ. അതാണ് നടൻ. അതാണ് നടന്റെ ശബ്ദം, അതാണ് നടന്റെ വാക്ക്, അതാണ് നടന്റെ. പക്ഷെ ചേട്ടൻ എല്ലാ മൂവീസിലും ഭയങ്കര വെറൈറ്റി അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിലും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കും. പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ ഭരതനാട്യത്തിൽ ചെയ്ത ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ ആ ക്യാരക്ടറിന്റെ അതിലുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന ദുരിതത്തിൽ അതിനേക്കാൾ ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പടത്തിൽ പോകുന്നത്. അപ്പൊ അത് എന്തായാലും എല്ലാവർക്കും കണ്ടാൽ എന്തായാലും ഇഷ്ടമാവും. പക്ഷെ ഒരു കോമിക്കൽ ട്രെയിലാണ്. കോമഡിയാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ കുറെ അടികൾ പറഞ്ഞല്ലോ, അതില്
ബോറടി മാത്രം എന്തായാലും ബാക്കി എല്ലാ അടിയും ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് എന്തായാലും അത് കൊള്ളാം. എന്തായാലും തീർച്ചയായിട്ടും ഇത് കാണുന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ഭരതനാട്യത്തിന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട്. ഓക്കെ. പിന്നെ ഇതില് സുരാജും സൈജു, വിനയ് ഫോർട്ട്, ജഗദീഷ് ചേട്ടൻ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട് അല്ലേ? അവരൊക്കെ ന്യൂ എൻട്രി ആണ്. അതായത് ഇതില് പുതുതായിട്ട് വന്നതാണ്. മോഹിനിയാട്ടത്തിലേക്ക് ഭരതനാട്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഷൈജു ചേട്ടൻ അതിലും ഉണ്ട് അല്ലേ? സൈജു. എന്താണ് ഈ മോഹിനിയാട്ടത്തിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്താണ്? ഒരു എടുത്തു പറയാം. മോഹിനിയുടെ ആട്ടം. അല്ലല്ല, അത് ആരാണ് അറിയാം. മോഹിനി? ഭരതനാട്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും വിചാരിച്ചു ഇങ്ങനെ ഭരതനാട്യം സിനിമയാണെന്നുള്ളത്. ഐ മീൻ അങ്ങനെയുള്ള ഡാൻസ് ഓറിയന്റഡ് ഫിലിം ആണെന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. പക്ഷെ അതിലെ ക്യാരക്ടർ ഭരതന്റെ നാട്യമായിരുന്നു ഭരതനാട്യം. ഡയറക്ടർ അത് വളരെ കൃത്യമായിട്ട് വളരെ ബ്രില്യന്റ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഭരതന്റെ നാട്യം. അതെ. ഇതിലെ മോഹിനിയുടെ നാട്യം, മോഹിനിയുടെ ആട്ടം. ഓക്കെ, പടം കണ്ടിട്ട് ശരി ശരി. അപ്പൊ എന്തായാലും വെൽക്കം വിത്ത് ലോഡ്സ് ഓഫ് റെസ്പെക്ട് ആൻഡ് ലവ് പ്ലീസ്. താങ്ക്യൂ. വെൽക്കം എല്ലാവർക്കും. ചേട്ടാ വെൽക്കം. ശ്രീജ, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എന്റെ ജീവനാണ്. എന്റെ ഒരു വിവാഹ ജീവിതം തുടങ്ങുന്നത് എന്റെ രവിയേട്ടൻ പാട്ടിലൂടെ എന്നെ വീഴ്ത്തിയതാണ്. അന്ന് ഞങ്ങളിന്ന് കൊറേ പാട്ട് കേൾപ്പിച്ചിട്ടേ വിടൂ. തീർച്ചയായിട്ടും. ആ വീഴ്ത്തിയ പാട്ട് ഏതായിരുന്നു? അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്തേ ഹൃദയാകാശം അലതല്ലും. എനിക്ക് താങ്ക് യു താങ്ക് യു. അകലേ നീലാകാശം. ചേച്ചി മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് മധു ദിവ്യ വീഴ്ത്തിയത്. അപ്പോ ശ്രീജാനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഇവിടെയും ഇവിടുത്തെ പാട്ടിൽ വീഴ്ത്താനായിട്ട് രണ്ടാൾക്കാർ എത്താൻ പോവാണ്. ഇവിടെ പുതിയൊരു റൗണ്ട് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു. ഡുവറ്റ് വിത്ത് സീനിയേഴ്സ് എന്നാണ്. മുന്നത്തെ സീസണിലെ ആൾക്കാരും ഇപ്പോഴത്തെ സീസണിലെ ആൾക്കാരും കൂടെ ഒന്നിച്ച് പാടും. അതാണ് റൗണ്ട്. അപ്പോ നമ്മുടെ സീസൺ 2 ആരെ എത്തുന്നതെന്ന് അറിയാം? എം ജെ അങ്കിൾ, നമ്മുടെ മേഘ്ഡു വരെയാണ്. യെസ്, അതെ, ഒരുപാട് നാൾക്ക് ശേഷം നമ്മള് മേഘ്ന കുട്ടീനെ കാണാൻ പോവാണ്. മേഘ്ഡു നമ്മുടെ കുട്ടുമണി കുട്ടനും കൂടിയാണ് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം കുട്ടുമണി ആൻഡ് മേഘ്ഡു ഓൺ സ്റ്റേജ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, എത്ര നാളായി. അതെ, ഇവിടെ ഞാൻ നല്ല എക്സൈറ്റഡ്. ഇവിടെ ഒരാളുണ്ടേ, കുറച്ച് താടിയൊക്കെ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട്. അന്ന് ഞങ്ങള് ലാസ്റ്റ് ഫിനാലേക്ക് കണ്ടതാ. പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്നെ ഇടയ്ക്ക് വാലുമാക്രി എന്നൊക്കെ വിളിക്കുമായിരുന്നു. വിളിക്കാൻ പറഞ്ഞ അയ്യോ വേണ്ട, വാൽമാക്രിയല്ലേ, മേഘ്ഡു അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമല്ലേ മേഘ്ഡു? എനിക്കത് പാട്ട് സൂപ്പറായിട്ട് പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ആള് ഓൾറെഡി. എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഉങ്ങളുടെ പൊണ്ണ് എങ്കേന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കാരണം അങ്ങനെയല്ലേ ആ പാട്ട് പോയത്. എന്താ കൊഞ്ച നേരം ഞാൻ വണ്ടിങ്ങനെ ഒക്കത്തിരുത്ത് പാടിയില്ലേ? ഇതുപോലെ പോകുമ്പോ പാട്ട് പാടും പാടുമല്ലേ? അതില് ടൈറ്റിൽ കൊടുത്ത് തന്തയും മകളെന്ന. ആ തമിഴ്നാട്ടിൽ വരുമ്പോ ഉങ്ക പൊണ്ണെങ്ക കാണോ സൗഖ്യമാർക്കാളാ എന്നൊക്കെ ചോദിക്കാനടുത്ത്. അപ്പൊ അതെന്നോട് ഒരുമിച്ച് പാടിയില്ലേ? പിന്നെ ഞാൻ പറയാൻ വരുമായിരുന്നു, നമ്മള് ബഹ്റിനില്. ബഹ്റിൻ നല്ല രസമായിരുന്നു പ്രോഗ്രാം. അന്ന് പോയി എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അന്ന് ആ സമയം ഞാൻ തമിഴില് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ പാടിയിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ ഷോന്റെ ദിവസം തന്നെയാണ് അവിടെ എത്തിയത്. ബഹ്റിനിൽ എത്തി, ഉച്ചക്ക് എത്തി. ഉറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ അവര് സൗണ്ട് ചെക്ക് പറഞ്ഞ് അവിടെ ചെന്ന് സൗണ്ട് ചെക്ക് പാടി. അപ്പൊ തന്നെ ഷോയും തുടങ്ങാറായി. അപ്പൊ ഉറങ്ങാൻ പറ്റിയില്ല. ഷോ തുടങ്ങി, നമ്മുടെ രണ്ടുപേരെയും ഡ്യുവറ്റ് പാടാൻ പറ്റി. അത് കഴിഞ്ഞപ്പോ ഞാന് ഓഫ്, ഒറ്റ ഉറക്കം. അത് കഴിഞ്ഞ ഉടനെ ഉറങ്ങി. അതുകൊണ്ട് ആ മെമ്മറി മറക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കുട്ടുമണി ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നതാണ്. അല്ല, ഗ്യാപ്പ് കിട്ടുന്നില്ല സംസാരിക്കാൻ. മേഘ്ഡു സുനാമി പോലെ പറഞ്ഞ് അവനെ അടിച്ച് മാറ്റി.
ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. അതെ, എപ്പോഴും ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നോണ്ട് ഇത്തവണ ഇവക്ക് ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ഞാൻ എന്റെ വാ അടച്ചു വെച്ചിട്ടൊന്നുമില്ല. നിന്റെ തീം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേ. ഐ എം കാം ബട്ട് ഐ ഹാവ് സെൽഫ് ഡിഫെൻസ്. എടോ ചേച്ചി, ഐ എം കാം ബട്ട് ഐ ഹാവ് സെൽഫ് ഡിഫെൻസ് എന്നാണ് അതിന്റെ തീം. കാണുമ്പോഴത്തേക്കും കാമായിട്ട് തോന്നും, പക്ഷെ സെൽഫ് ഡിഫെൻസ് ഒക്കെ ഉണ്ട് ഭയങ്കര. പാട്ടില് മെഗഡു ഒന്ന് സൂക്ഷിച്ചോ, സെൽഫ് ഡിഫെൻസ് ഉള്ള ആളാ. ഓ ഓക്കെ. നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് വന്ന എല്ലാരെയും കണ്ടോ? ഓ ഞാൻ കണ്ടു. ഹായ്. ബേബി ജീൻ ചേട്ടനെ കണ്ടോ? ആ ഓക്കെ. നടുക്ക അല്ലേ? അല്ലല്ല, എന്റെ ഭാഗത്ത് ബേബി ജീനെ വെറുതെ വിടാൻ പാടില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നമുക്കിപ്പോ ഒരു സംഭവം കേൾക്കണ്ടേ? ഞങ്ങൾക്ക് എന്തായാലും കേൾക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു റാപ്പ് ഉണ്ട്. പാട്ടല്ല, റാപ്പാണ്. അപ്പൊ കുറച്ച് വരികൾ കൂട്ടി വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി. സൂപ്പറാ. സോ അത് എങ്ങനെയാണ് തുടങ്ങുന്നത്? അതായത് കുടിക്കണ കഞ്ഞിക്ക് വകയില്ലാണ്ടാണേലും കാലിന്റെ കീപ്പിട്ട് ജോർഡന മേളം, ചിമ്മിണി കത്തിച്ച് കാര്യങ്ങൾ നീക്കിയാലും കണ്ണിന്റെ മുമ്പിൽ അർമാണി മോഹം, ഉണ്ണുന്ന പിഞ്ഞാണം വാപ്പാട കാലത്ത് സ്നോട്ടിന് ചില്ലിന്റെ പ്ലേറ്റ് തന്നെ വേണം, ചത്തത് കൂടുള്ള കൂട്ടുകാരനാണേലും മരിപ്പിന് പോകുമ്പോ ബന്ധാന വേണം, ബന്ധാന 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 വേണം. ഇങ്ങനെയാണ് അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ആദർശങ്ങളും റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കുറച്ച് വരികളാണ്. ഇതെങ്ങനെയാണ് ഒരു സംഭവം ലോക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അവിടെ ക്രിയേറ്റഡ്? ഇല്ല, ഇതില് നമ്മുടെ ആ ഒരു വളർന്നു വന്ന ഒരു സമയത്ത് കിട്ടുന്ന വാക്കുകൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പം കുടിക്കണ കഞ്ഞിക്ക് വകയില്ലാണ്ടാണേലും കാലിന്റെ കീപ്പിട്ട് ജോർഡാന മേളം എന്ന് പറയുമ്പം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇന്ന രീതിയിൽ എനിക്ക് ഇത് വേണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കണം, അതിന് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് എൻ്റെ സെക്കൻഡ് ലൈനും, ഉണ്ണുന്ന പിഞ്ഞാണം വാപ്പാടെ കാലത്ത് സ്നോട്ടിന് ചില്ലിൻ്റെ പ്ലേറ്റ് തന്നെ വേണം. അപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ആ ഒരു ലക്ഷറിയുടെ അറ്റം വേണം, പക്ഷേ നോർമൽ ബേസിക് മീൽ കഴിക്കുന്നത് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള. അപ്പം അങ്ങനെ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണം. ഒരു മാനിഫെസ്റ്റേഷൻ. വെരി നൈസ്. അപ്പൊ എനിക്കറിയാം, പാട്ട് എനിക്കറിയാം. രാഗദേവനും നാദകന്യയും പ്രണയ തീരത്തെ പൂന്തിരകളിൽ. അപ്പൊ നന്നായിട്ട് പാടണേ. ഓക്കെ ഓക്കെ. രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ കൊടിയിട്ടു ഹരിയാപവിടം തേടി അലകളിൽ ഈറനാം കവിത തേടി. രാഗദേവനും നാദകന്യയും
രാഗദേവനും നാദകന്യയും സൂപ്പർ സൂപ്പർ, നൈസ് നൈസ് നൈസ്. ശ്രീജാന്റി വീണോ പാട്ടില്? വീണു. ഞാനിങ്ങനെ മതിമറന്ന് വേറൊരു ലോകത്തെത്തി. എന്താ മക്കള് പാടുന്ന ഒരു ഫീലും, അയ്യോ മക്കളെ. Beautiful. രണ്ടുപേരും അടിപൊളിയായിരുന്നു. താങ്ക് യു ശ്രീജാന്റി. നാളത്തെ നല്ല സിംഗേഴ്സ് ആവും ഭാവിയിൽ. അതുപോലെ നിങ്ങളുടെ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര, ഒരാള് തേടുകയാണ് എവിടെ. ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. മോളുടെ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ശ്രീജാന്റി. താങ്ക് യു. നല്ല സിംഗേഴ്സ് ആവും നിങ്ങൾ. നാളത്തെ നല്ല ഭാവിയിൽ വലിയ ആൾക്കാരായിട്ട് വരും. താങ്ക് യു. താങ്ക് യു. ഹലോ. ഹലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടാളെയും കാണാൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഡാൻസും ചെയ്തു. എന്ത് രസമായിട്ടാ പാടണേ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഓക്കെ, അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ റാപ്പ് ചെയ്യുന്നതുള്ളൂ. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇങ്ങനത്തെ പാട്ടുകളാണ്. പാട്ടുകളാണ്. എനിക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, കവിതാ ബസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇത് ഈ ലെജൻസിന്റെ പാട്ടുകളാണ് കൂടുതൽ അതിലുള്ളത്. ആൻഡ് ഇപ്പൊ ഇത് കേൾക്കുമ്പോഴും അതിന്റെ ബാക്കിൽ വിഷ്വലും നിങ്ങളുടെ ആ ഒരു കോസ്റ്റ്യൂമും ഒക്കെ കൂടെ എന്താ പറയാ, നല്ലൊരു ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്ന പോലെ തോന്നി. ആൻഡ് രണ്ടുപേരും ആ ഒരു കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പാടി. അതിന്റെ ഇടയിലുള്ള ആ ഒരു കൊറിയോ അതൊക്കെ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ടെൻഷനായി പോയി. കാരണം ഞാനൊക്കെ ഈ ഏജിൽ ഇതല്ല, ഞാൻ ഒരു 3 years ആയിട്ടാണ് സ്റ്റേജിൽ തന്നെ ആദ്യമായിട്ട് കയറുന്നത്. ആൻഡ് ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും കോൺഫിഡന്റ്ലി നിന്ന് സംസാരിക്കുന്നു. അതിന്റെ ഇടയിൽ കൊറിയോ, പാട്ട്, എന്തൊക്കെ വേണം. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ജിനിൽ, ജെബിൻ ചേട്ടന്മാരെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നല്ല സ്വീറ്റ് വോയിസ് ആണ് രണ്ടുപേരുടെ. താങ്ക് യു. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടു. അടിപൊളി. നിങ്ങൾ പാട്ട് പാടുവോ? ഇല്ലില്ല. ഒരാൾ പാടുന്നു. എന്നാ പിന്നെ നിങ്ങൾ തീരുമാനം ആവണ വരെ എന്നാ സ്വാതി കൊണ്ട് പാടിപ്പിക്കാം. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണ നിൻ കുളിർമാറിൽ സഖീ നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണ നിൻ കുളിർമാറിൽ സഖീ തരളാർദ്രമിതാ തലചായ്ക്കുകയായി ഒരു സുന്ദരിയൻ മലർശയ്യതിൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തൊടുശോഭയിടും നിറമുന്തിരിഞ്ഞ മുഖസൗരഭമോ പകരുന്നു. വെറും ഒരു അഭിനേതാവ് മാത്രമല്ല പാട്ടുകാരനാണെന്ന് കൂടി തെളിയിച്ചു. സിനിമയിൽ നല്ലൊരു മെലഡി ഉണ്ടെങ്കിൽ അത് പാടായിരുന്നല്ലോ. നന്നായിട്ട് പാടും. അവർ രണ്ടും കൂടെ സ്വാതിക്ക് മാർക്ക് ഇട്ടോ. അതാണ് ഇതും ജോൺ സേട്ടന്റെ പാട്ടാണ്. ഇപ്പൊ നിങ്ങൾ പാടിയ പാട്ടും ജോൺ സേട്ടന്റെ പാട്ടാണ്. അപ്പൊ ശരിക്കും ഈ പാട്ടുകൾക്കൊക്കെ ജോൺ സേട്ടനാണ് ഒരു വലിയ താങ്ക്സ് നമ്മൾ പറയേണ്ടത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു 1991 തോന്നുന്നു മീനുട്ടി ജോൺ സേട്ടൻ 31 സിനിമകൾക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 31 റിലീസ് ചെയ്ത സിനിമകൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിയറിൽ ഞാൻ ഈ 30 വർഷത്തിലൂടെയുള്ള യാത്രയിൽ മാക്സിമം ഒരു വർഷത്തിൽ ചെയ്തിരിക്കുന്ന സിനിമകൾ എനിക്ക് തോന്നുന്നത് 16 സിനിമകളാണ്. അപ്പോൾ ഒരു വർഷം 31 സിനിമകൾ ചെയ്യുക, അതിൽ ഏകദേശം 27 ചിത്രങ്ങൾ കൈതപ്രം സാറിൻ്റെ കൂടെ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രത്യേകതകളുള്ള ആദ്യമായിട്ട് ഒരു മലയാളി സംഗീത സംവിധായകന് നാഷണൽ അവാർഡ് കിട്ടുക, ഇതെല്ലാം ജോൺ സേട്ടന് മാത്രം ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ 26 മാർച്ച് എന്ന് പറയുന്നത് ജോൺ സേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജോൺ സേട്ടനെ ഒരിക്കൽ കൂടി
ഓർക്കുകയും നമുക്ക് തന്നിരിക്കുന്ന പാട്ടുകൾ നമ്മൾ നിരന്തരമായി കൊണ്ടാടാൻ പോവുകയാണ് ജോൺ ചേട്ടാ, വീണ്ടും 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 എന്ന് പറയാനും ആഗ്രഹിക്കുന്ന ഈ സമയത്ത്. ഇതെന്തൊരു പാട്ടാണ് ഈ രാഗദേവനും നാദകന്യയും എന്നുള്ളത്. ഞാൻ ഒരു സമയത്ത് ഇപ്പോൾ അദ്ദേഹം പ്ലേ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് വർഷം മുമ്പേ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ലൂപ്പിൽ കേട്ടുകൊണ്ടിരുന്ന, പഴയ കാസറ്റിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് രാഗദേവൻ എന്നുള്ളത്. അത് മറക്കാൻ പറ്റാത്തതാണ്. ഈ ചമയം എന്നുള്ള സിനിമയിലെ പാട്ടുകൾ തന്നെ വളരെ പ്രത്യേകതകളാണ്. ഇപ്പോൾ രാജഹംസമേ, അത് തുടങ്ങിയ പാട്ടുകളെല്ലാം. അപ്പോൾ കുട്ടുമണി, എന്തോ നീ വളരെ മെലോഡിയസ് ആയിട്ട് പാടിയാട്ടോ. അതെ, താങ്ക് യു. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അലിയിച്ചു കൊണ്ടുപോകും. മേഘ്ഡു ആണെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട് ഇവനെ പിടിച്ച് വലിച്ചടിച്ചോണ്ട് പോകാനായിട്ട്. പക്ഷേ ഇവനെന്താ വെച്ചാൽ ഇല്ലല്ല, ഞാൻ പാട്ടി തന്നെ നിൽക്കും. സെൽഫ് ഡിഫൻസ് ആണ്. ആ ബീജത്തിൽ ഇങ്ങനെ കറങ്ങുന്ന പരിപാടിയില്ലേ, അത് വന്നു കഴിഞ്ഞാൽ, അത്രയും വന്നു കഴിഞ്ഞാൽ അവന് ബ്രത്ത് പോകും. അപ്പൊ അതുകൊണ്ട് പാട്ടിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് അവൻ അവിടെ നല്ല കുട്ടിയായിട്ട് സെൽഫ് ഡിഫൻസ് കേട്ടോ. അപ്പോൾ ഇതാണ് പാട്ടിനെ പറ്റി പറയാനുള്ളത്. ഇറ്റ് വാസ് വെരി വെരി മെലോഡിയസ്. രണ്ട് ഭാഗത്ത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ കാണാമറ മായുമ്പോൾ പാടിയില്ലേ, കാണാമറ, അത് അവിടെ പാടിയ സമയത്ത് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ, സ്ലിപ്പ് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഉള്ള പോലെ തോന്നി. അതൊന്ന് അപ്പൊ പാടാമോ? ഓക്കെ, ഇപ്പൊ എനിക്ക് ഓക്കെ. ഇനി അടുത്തത് ചിപ്പിയിലെ തൂമുത്തിൻ അതാണ്. ചിപ്പിയിലെ തൂമുത്തിൻ തെളിമയിലൊളി തൂകവേ. ഓക്കെ, ഇപ്പൊ ആ മറയും മാഞ്ഞു, ഇപ്പൊ എല്ലാ മറയും മാഞ്ഞു, ഇപ്പൊ കറക്റ്റായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ പെർഫോമൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് കൂടുതൽ സ്ട്രൈവ് ചെയ്ത് നന്നായിട്ട് വരട്ടെ എൻ്റെ പ്രിയപ്പെട്ട മകനെ. അതാണ് ഈ സമയത്ത് ഒന്നുകൂടി പറയാനുള്ളത്. ഓക്കെ, പാർട്ടി കുട്ടാ, എന്തോ ആൻഡ് മേഘനക്കുട്ടി, മേഘനക്കുട്ടി, വെൽക്കം ബാക്ക് ടു ടോപ്പ് സിംഗർ. വെൽക്കം ബാക്ക് ടു ടോപ്പ് സിംഗർ അഗൈൻ. ഓക്കെ, ചമയം അതിഗംഭീരമായിട്ടുണ്ട് രണ്ടുപേരുടെയും. അതെ, വെരി നല്ല മാച്ചിങ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സിങ്ക്രണൈസേഷൻ എല്ലാം വളരെ ഭംഗിയായിരുന്നു. ഇതിലെല്ലാം ഒരാളും കൂടെ ഉണ്ട് ഈ ഡ്രസ്സും ഒക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നെ. ആരാണത്? നമ്മുടെ അനുഷ്ക ചേച്ചിയുടെ അമ്മ ശരണ്യ ആന്റി. അവർക്ക് കൊടുക്കണം ഒരു സല്യൂട്ട്. എന്തായാലും മനോഹരമായിട്ട് പാടി. ഇപ്പൊ കുട്ടൻ പറഞ്ഞ ആ പോർഷൻസ് മാത്രമേ എനിക്കും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊഴിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ഓഫ് ദിസ് സോങ്. ഈ മേഘ്നയെ പാർട്ട്ണറായി കിട്ടിയത് മോന്റെ വലിയൊരു ഭാഗ്യ. കാരണം സൂപ്പർ കോൺഫിഡന്റ് ഗേൾ ആണ് ഓൺ സ്റ്റേജ്. പെർഫെക്ഷൻ, സ്റ്റേജ് പ്രസൻസ്, ആ ഒരു പ്ലസന്റ്നെസ് എല്ലാം ഉണ്ട് മോൾക്ക്. അതൊക്കെ മോനും എടുക്കാം കേട്ടോ. യു ആർ ഓൾസോ വെരി കോൺഫിഡന്റ് ബോയ്. ഞാൻ ഇവളെ ചില സമയങ്ങളിലൊക്കെ ഒരു റോൾ മോഡലായിട്ട് എടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് വിഷസ്, ഗുഡ് ലക്ക്. താങ്ക് യു. പാർത്ഥിവ് കുട്ടാ, എന്തോ മധുങ്ങളെ, മേഘനക്കുട്ടി എന്തോ മധുങ്ങൾ കലക്കി, രണ്ടുപേരും അസലായി. പാർത്ഥിവ് കുട്ടൻ, എന്തോ ഈ കൂടെ ഒരു ഡ്യുവറ്റ് പാടാൻ ആളുണ്ടെങ്കിൽ നന്നായിട്ട് പാടുവല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇന്ന് നല്ല അടിപൊളി ഫീലില് നല്ല ഉഗ്രനായിട്ട് പാടിയല്ലോ. അതെനിക്ക് കുറച്ചും കൂടി ലയിച്ച് പാടാൻ പറ്റി. അതിന് മേഘന അതെന്താന്നറിയോ, ഇവളെ കാണേണ്ട ഒരു ആഗ്രഹം വന്നപ്പോ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കുറച്ചൊന്ന് ലയിച്ച് പാടി. ഇന്ന് എനിക്ക് ഇത്ര ലയം കൂടുതലായിട്ട് തോന്നി, അതാ ഞാൻ പറഞ്ഞത്. എന്തായാലും പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് മേഘനക്കുട്ടി ചെയ്ത ആ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ആരാ പഠിപ്പിച്ചെന്നേ? ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ്. ഓ, വെരി നൈസ്, വെരി നൈസ്, കൊള്ളാം. പിന്നെ ഒരു പ്രശ്നം കൂടി ഉണ്ടായി. ലാസ്റ്റ് പല്ലുവില് ആ പ്രണയത്തിന് എന്താ ഒരു താമസം? പ്രണയ തീരത്തെ പഠിപ്പിത്ര ലേറ്റ് ആയി, ഇത്തിരി ലേറ്റ് ആയി. എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, അതിലേക്ക് അഡ്ജസ്റ്റ് ആയത് ആ ട്രാക്കിലേക്ക്. എന്തായാലും കൊള്ളാം, രണ്ടുപേരും അടിപൊളിയായിരുന്നു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. Good morning. So you're going to be awarded 98.75 on 100 today. ഇന്ന് ആരാണ് പെർഫോമർ ഓഫ് ദി ഡേ? കുട്ടുമണി. ഇറ്റ്സ് ഗോയിങ് ടു കുട്ടുമണി. ശ്രീ ചേച്ചി ഒരു ചെറിയൊരു അവാർഡ് കൊടുക്കണം. ഭയങ്കര, ഞാനിങ്ങനെ അതിശയിച്ച് അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കാം, ഭഗവാനെ മക്കൾ എന്ത് രസത്തിലാ പാടുന്നതെന്ന്.
എവിടെയോ ആ ശബ്ദം പരിചയമുണ്ട് എനിക്ക്. എവിടെയോ പറ എവിടെയാ കേട്ടത്? പറ. സിനിമയിൽ ഏത് സിനിമയില് ആർക്ക് വേണ്ടി ഡബ് ചെയ്തത് കേട്ടു? ഒരു കാര്യം അറിയാം, ആ. കാവ്യ ചേച്ചിക്ക് ഗസ് ചെയ്തതല്ലേ? ഗസ് ചെയ്തതാ. അല്ല, കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. ഒരു സിനിമയുടെ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. അയ്യോ, ഡയലോഗ് ഡയലോഗ് ഒന്നും ഓർമ്മയില്ല, കണ്ടുപോകത്തേ ഉള്ളൂ. ഒരു സിനിമയുടെ ഡയലോഗ് ഒന്നും ഓർമ്മയില്ലേ? ഒന്നും ഓർമ്മയില്ല. ഇല്ല, പക്ഷെ ഒച്ച കേട്ടപ്പോ അവന് പെട്ടെന്ന് തോന്നി അത് ശരി. അങ്ങനെ കേട്ട് പരിചയം ഉണ്ടല്ലോ സൗണ്ട്. ഏതോ ഒരു ഡയലോഗ് പെട്ടെന്ന് ഞാൻ പറയാം, അത് ഏത് പടത്തിലാന്ന് പറയണം. അയ്യോ, ദേ അച്ഛാ, കായംകുളത്തെ കൊച്ചിനേട്ടം വന്ന് വീണിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് കായംകുളത്തെ കൊച്ചിനേട്ട വിശേഷം? പോടാ പറ്റി. അതേത് പടാ പറ? മീശ രണ്ടുപേരും പഴയ ശബ്ദം ഇപ്പോഴും പോയിട്ടില്ല. കുട്ടുമണിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. അപ്പൊ നിങ്ങക്ക് താങ്ക് യു. ടാറ്റ, ബൈ ബൈ. ടാറ്റ, ബൈ ബൈ. എൻജോയ്. ടാറ്റ എല്ലാവർക്കും. ടാറ്റ. ബൈ ബൈ. ടാറ്റ. ചേച്ചിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കാണുന്നത്, ഞാൻ ആ ഒരു റീൽ എടുത്ത് വെച്ച് ഇങ്ങനെ കുറേ നാൾ കണ്ടോണ്ടിരുന്നു. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും അത് കാണാറുണ്ടെന്ന്. ചേച്ചി എങ്ങനെയാണ് ഈ കുട്ടികളുടെ വോയിസിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? അതായത് ഞാൻ 10 വയസ്സുള്ളപ്പോ ഡബ് ചെയ്ത് തുടങ്ങിയതാ. അപ്പോ ആ സമയത്ത് അമ്പിളി, ഞങ്ങൾ രണ്ടുപേരുമാണ് കൂടുതൽ പിന്നെ കിഡ്സിനൊക്കെ ഡബ് ചെയ്യുന്നത്. അങ്ങനെ ബേബി ശാലിനി, മാസ്റ്റർ പ്രശോഭ്, മാസ്റ്റർ വിമൽ, അങ്ങനെ കുറെ മക്കൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 10 ഡബിങ് ആർട്ടിസ്റ്റേ ഉണ്ടാവും വെച്ചോളൂ. ഒരു പടത്തിൽ ഒരു 20 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഹീറോയിനാ ഡബ് ചെയ്യുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആൾക്കാർ ഡബ് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഏജ് ഗ്രൂപ്പിലാണ് ഡബ് ചെയ്യുന്നെങ്കിലും ഇത് പറയാൻ ആൾക്കാരുണ്ടാവില്ല. സോ ഞങ്ങൾ തന്നെ വോയിസ് മാറ്റി അടുത്ത വീട്ടിലെ പെണ്ണിനും പറയും, സിസ്റ്റർ ക്യാരക്ടറും പറയും, കുട്ടിക്കും പറയും, അമ്മയ്ക്കും പറയും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് മെഡ്രാസിൽ താമസിക്കുമ്പോൾ. പിന്നെ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ പിന്നെ അവരുടെ ഇന്നസെന്റ് ആയിട്ടുള്ള പെരുമാറ്റവും വർത്താനവും ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുഞ്ഞുണ്ടെന്നാണ്, ഒരു കുട്ടിയുണ്ട്, അത് നശിച്ചിട്ടില്ല. അത് കാരണം ഇപ്പൊ നമുക്ക് കേൾക്കണമെന്ന് ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ്. ആണല്ലേ? മറ്റു ഡയലോഗ് എന്ന് പറയാ, ആ ഗേറ്റ് ഒന്ന് തുറക്കോ അതേക്കില്ലേ? പോലീസേ, ആ ഗേറ്റ് ഒന്ന് തുറന്നേരോ? തുറക്കാൻ പറഞ്ഞു. ഗീതു, ഒന്ന് തുറന്നേരോ പ്ലീസ്? ഞാൻ തന്നെയാ ഗീതു. മൈ ഗോഡ്. അയ്യോ, ഞാൻ ഒന്നുകൂടെ കെട്ടി പിടിച്ചോട്ടെ. ഒന്നുകൂടെ കേൾക്കാൻ കൂടിയുണ്ട്. കുട്ടിയുടെ വോയിസിൽ ഒരു കുഞ്ഞു പാട്ട് പാടട്ടെ. അതായത് പണ്ട് ഞാൻ 1987 UAE ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ KN എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹം, പുള്ളി ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ഞാനും കൂടെ ഒരു ചെറിയ ഇന്ററാക്ഷൻ ആയിട്ട് ഈ കുട്ടിയുടെ വോയിസ് ഇങ്ങനെ എടുത്തിരുന്നു. അപ്പം അതിലൊരു ചെറിയ പാട്ട് എന്ന് പറഞ്ഞാല് ഒരു 4 വരിയേ. മുഞ്ഞനി കൊമ്പിൽ ഒരു കിങ്ങിനി തുമ്പിൽ ആരിരുന്നൊരു കാത്തിരുന്നൊരു മംഗലി കുരുവി, നീയെവിടെ തുണിയെവിടെ, ഇനിയെവിടെ തുണിയെവിടെ ദോരക്കുരുവി. അടിപൊളി. താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുന്നത് ചേച്ചി. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പറ്റുന്നതെന്നുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് ജാനകിയമ്മേനെയും ഓർമ്മ വരുന്നു ഈ സമയത്ത്. ഇങ്ങനെ ഇതുപോലെ കുട്ടികളുടെ ശബ്ദത്തിൽ. അതെ കറക്റ്റ് ജാനകിയമ്മയുടെ പോലെ ഉണ്ട്. അയ്യോ, താങ്ക് യു ഒന്നും പറഞ്ഞാൽ തീരൂല, കൊതിയാവോ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആന്റി. ഓഡിയൻസ് എല്ലാവരും ഏപ്രിൽ 10 കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഓഡിയൻസ് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്ത് എക്സ്പെക്ട് ചെയ്താൽ പോകേണ്ടത് നമ്മൾ തിയേറ്ററിലേക്ക്? ഫീൽ ഗുഡ് ആണ്, ത്രില്ലറും. അതായത് ഇന്നത്തെ കാലത്ത് എല്ലാ ടൈപ്പ് ഓഫ് ഫിലിംസും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെലവേയുന്ന ടിക്കറ്റിന്റെ പൈസ നഷ്ടമാവില്ല എന്നുള്ളത് അതൊരു ഉറപ്പാണ്. യു വിൽ റിയലി ഫീൽ ഹാപ്പി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടേ നിങ്ങൾ ഇറങ്ങും.
ചിരിക്കാനുണ്ട് ഈ പടത്തിൽ. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ്. കാരണം ഭരതനാട്യം 1 കണ്ടിട്ട് OTT കണ്ടിട്ട് ഞങ്ങളടുത്ത് വന്നിട്ട് അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായി എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക്. അപ്പോ അവർക്ക് എന്തായാലും ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കാനുള്ള ഒരു അവസരം കൂടെ അപ്പോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പാണ്. ഓക്കെ, ചേട്ടന്മാർക്ക് ഉണ്ടാക്കി എന്താ പറയാല്ലേ? ഇതൊരു എല്ലാവരും സിനിമ കാണണം. എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എല്ലാരും കണ്ടറിഞ്ഞ് ആ എനിക്കും കൂടെ തപ്പൽ വരുന്നല്ലോ. ഇവര് ഷൂട്ടിന്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒരാൾക്ക് മാത്രം ഷൂട്ടുള്ള ദിവസമാണെങ്കിലേ ഇപ്പൊ ഇവനാണ് ഷൂട്ടെങ്കിൽ ഇവൻ മറ്റവന്റെ അടുത്ത് പറയും എനിക്കിന്നൊരു മൂഡിലാണ് നീ പോയിട്ട് അങ്ങനെ ഞങ്ങൾ എന്താ വെച്ചാൽ ഇവർക്ക് മാർക്കറ്റ് ഏതാന്ന് പിടിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കണ്ട് ശീലമായിട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അല്ല ഇപ്പൊ മുഖം കണ്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ചെറിയ സംസാര രീതിയും ഒക്കെ ശബ്ദമൊക്കെ ഒരുപോലെയാണല്ലോ ഇരിക്കണേ. പക്ഷെ ഇത് കുറെ നാള് 1-2 മാസം നമുക്ക് തപ്പിത്തടയില് വരെ ഒരേപോലെ. ഇതിനകത്ത് പിന്നെ ഈ രണ്ടുപേരിൽ ഒരാൾ എന്റെ മോനായിട്ട് അഭിനയിക്കുന്നത്. 30 ദിവസവും സെറ്റ് പോകുമ്പോ എനിക്ക് സംശയമാണ്, എടാ നീ തന്നെയാണോ എന്റെ മോൻ, നീയാണോ എന്റെ മോൻ? മനസ്സിലാവില്ല, രണ്ടുപേരും ഒരേപോലെ ചിരിയല്ലാതെ ഒന്നും വർത്താനവും പറയില്ല, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എപ്പോഴും ഹാപ്പിയാണ്, ഓൾവേസ് ഹാപ്പി. അടിപൊളി. പാട്ട് സെറ്റായോ? ചെണ്ടാക്കേണ്ട എന്തേലൊക്കെ വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഒരു 3rd year ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉന്തിത്തള്ളി എത്തിയത്. അപ്പൊ ഒരു തട്ടിക്കൂട്ടൊരു പാട്ട്, ഒരു ഡിവോഷണൽ ഇസ്രായേലി KG മാർക്കോസിന്റെ ഞാൻ ഭയങ്കര ഇസ്രായേലി നാഥനായി വരും. അപ്പോ അതൊന്ന് വേണമെങ്കിൽ ഒന്ന്. ഓക്കെ തീർച്ചയായും. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണോ ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, മാർഗമാണോ ദൈവം. ചെങ്കടലിൽ നീ അങ്ങു വാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. വാ മലൈജ സുരവില പുളകിത നിമിഷമിതേ, ഇതാ മനസ്സിജ മനുഗണ മരുവമരസിലധികേ. വാ നനനനനനനനനനനനനനേ, ഇതാ നനനനനനനനനനനനനേ. സുരവാഹിനി മതിമോഹിനി, ആരാരും ചൂടാത്ത പൂവേന്തി വാ, മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ. മഞ്ചേരി നമൈ വാ 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 വസകി വാ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കൊള്ളാലോ. ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ ആള്. അറിയുള്ളൂ. പാടി തുടങ്ങിയപ്പോ അങ്ങോട്ട് പോരാണ്, വെള്ളച്ചാട്ടം പോലെ. എവിടെ തുടങ്ങി എവിടെ എത്തി. വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ പടത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ഇതിൽ എക്സ്പ്ലോർ ചെയ്തൊരു മൂവിയാണ്.
നമുക്കറിയാലോ ഒരു മ്യൂസിക്കിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു അഭിനയം എന്നുള്ളൊരു പരിപാടി ചെയ്യുമ്പം എനിക്ക് ഒരുപാട് ഫ്ലോറുകൾ തന്നു നമ്മുടെ പല എമോഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് വൺ തിയേറ്ററിൽ 10-ാം തീയതി വരെയാണ് ഏപ്രിൽ. ഒരിക്കലും ഒരു നെഗറ്റീവോട് കൂടി പോകാൻ പറ്റില്ല. ആ ഒരു നിഷ്കളങ്കതയുടെ ഒരു മുഖമുണ്ട് പടത്തിന്. ആൻഡ് അതുകൊണ്ട് കണ്ടിരുന്നാൽ അടിപൊളിയായിരിക്കും. എല്ലാവരും 10-ാം തീയതി തിയേറ്ററിലൊക്കെ പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു പടമാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മുമ്പിൽ പാടാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും 10-ാം തീയതി ഞങ്ങൾ പോയി കാണുന്നതാണ്. 10-ാം തീയതിക്ക് ശേഷം 10-ാം തീയതി നോക്കാം. ഞങ്ങളുടെ എപ്പിസോഡും ഇത്ര നന്നാക്കി തന്നതിന്, ഇത്ര നേരം കൂടെ ഇരുന്ന് ഒരു ഫാമിലി വൈബ് സെറ്റാക്കിയതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പടം ഞങ്ങൾ ഉറപ്പായിട്ടും പോയി കാണും. പേര് മറക്കണ്ട, മോഹിനിയാട്ടം. മോഹിനിയാട്ടം ഏപ്രിൽ 10 റിലീസ്. 2026 ഈ ഏപ്രിലാണ്. ആരും മറന്നു പോരുത്. നമുക്ക് ഒരുമിച്ച് ഒരു ടാറ്റ കൊടുക്കാം അല്ലേ? എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.